അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇതിപ്പോൾ കേജ്രിവാളിൻ്റെ പതനം നിങ്ങൾക്കൊരു തരത്തിൽ ആശ്വസിക്കാം. അതായത് ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരുമ്പോൾ മമത, കേജ്രിവാൾ അവരായിരുന്നല്ലോ നിങ്ങളെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും. ഇനി ആ സ്പേസിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയെങ്കിലും ബാക്കി വയ്ക്കാനുമാകും. പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ. രണ്ടു കക്ഷികൾ ദയനീയമായി പരാജയപ്പെടുകയാണ്. രണ്ടും രണ്ടായി നിന്ന് ഒരുമിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവർ നിയമസഭയിലേക്ക് എത്തുമ്പോൾ രണ്ടായി നിന്ന് പരസ്പരം കുറ്റം പറഞ്ഞ് ചെളിവാരി എറിഞ്ഞു മത്സരിക്കുന്നു. ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എവിടെയാണ്? ഞാൻ ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ മഹാരാഷ്ട്രയിലെ ദയനീയമായ പരാജയത്തിന് ശേഷം ശരത് പവാർ പക്ഷ NCPക്കും ഉദ്ധവ് താക്കറെ പക്ഷ ശിവസേനയ്ക്കും മനം മാറ്റമുണ്ട് എന്നാണ്. NDAയിലേക്ക് പോയാലെന്ത്, അവിടെയുള്ള അവരുടെ കക്ഷിയിലേക്ക് പോയാലെന്ത് എന്ന സംശയം അവരിൽ പോലും ബാക്കി നിൽക്കുമ്പോഴാണ് ഇവിടെ കേജ്രിവാളിൻ്റെ ആപ്പും നിങ്ങളുടെ കോൺഗ്രസും അമ്പയെ പരാജയപ്പെട്ടു പോകുന്നത്. ഇന്ത്യ മുന്നണി വല്ലാത്ത പ്രതിസന്ധിയിലോ? അല്ല കൃഷ്ണരാജ്, അങ്ങനെ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പം ഞങ്ങൾ ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങൾ പ്രാദേശികമായി ഞങ്ങൾക്കെതിരെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ എല്ലായിടത്തും ശക്തമാണ്. അതിപ്പോൾ BJP ശക്തമായ സംസ്ഥാനങ്ങളിലാണെങ്കിലും, നമ്മളിപ്പോൾ രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ കർണാടകത്തിൽ ഞങ്ങൾ ഭരിക്കുന്നു, അല്ലെ BJP ശക്തമായി ഏത് സംസ്ഥാനത്ത് നമ്മൾ നോക്കിക്കൂ, പ്രാദേശികമായി അവർക്ക് ബദലായി ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണിയോ ഇന്ത്യയിൽ എല്ലായിടത്തും ശക്തമാണ്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ചില ഇഷ്യൂസിന്റെ ബേസിലാണ് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ഭാഗമായിട്ട് മാറുന്നത്. ഇപ്പൊ നമുക്കറിയാം, ബീഹാറിൽ നിന്നുള്ള JDU, നിതീഷ് കുമാറിന്റെ JDU ഒരിക്കലും BJPയുടെ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അവര് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം, എപ്പോഴും ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ നിൽക്കുന്നവരാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ BJPയുമായി ചേർന്ന് NDA സഖ്യത്തിന്റെ ഭാഗമായി മാറി. അത് സ്ഥായിയായ ഒരു സഖ്യമൊന്നുമല്ല. JDA മുന്നണിയിലെ ഒരു രണ്ടാമത്തെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളത്. കാരണം 240 നിൽക്കുന്നവർക്ക് 272 അല്ലെങ്കിൽ 273 എന്നുള്ള മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനായിട്ട് കഴിയില്ല. അപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പം ഡൽഹിയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അതല്ല എങ്കിൽ ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിന്നിൽ പോയി എന്നുള്ളത് കൊണ്ട് അങ്ങനെ സമൂലമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും തുടച്ചു നീക്കപ്പെടില്ല. അത് ആശയപരമായിട്ട് നിൽക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇപ്പൊ ബീഹാറിൽ ഇപ്പോ നിതീഷ് കുമാർ എന്താ പറഞ്ഞ ലല്ലു പ്രസാദ് യാദവിന്റെ മകൻ ഇപ്പോൾ ഒരു കമന്റ് എന്ന നിലയിൽ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. അവിടെ അടുത്ത നവംബറിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിശ്ചയമായും ഇന്ത്യ സഖ്യം ഉണ്ടാകും. ആ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ വിഷയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. ഞാനിപ്പോ ഡി രാജ പറഞ്ഞുവല്ലോ, കോൺഗ്രസ് ആണ് ഈ തോൽവിക്ക് കാരണമെന്ന്. അല്ല, ഇപ്പൊ ഡി രാജ ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കാതെ സമ്പൂർണ്ണമായി ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കണം. അതല്ല, ഇനി ആം ആദ്മി പാർട്ടി പറയുകയാണ് നിങ്ങൾ ആരും മത്സരിക്കരുത്, ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകണം എന്നതാണോ അവരുദ്ദേശിക്കുന്നത്? അവർ BJPയെ തോൽപ്പിക്കുക എന്നുള്ള അജണ്ടയാണ് എങ്കിൽ ആദ്യമേ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ്, ഞങ്ങൾ ഡൽഹിയിൽ ഇതാ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, ഞങ്ങൾക്ക് ഒരു സഖ്യകക്ഷിയുടെയും ആവശ്യമില്ല. അതല്ലേ അവർ ആദ്യമേ എടുത്തൊരു നിലപാട്. അതല്ല, മറിച്ചൊരു ചർച്ചയിലേക്ക് വന്ന് നിങ്ങൾക്കൊരു 15 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റ്, ഞങ്ങൾ 50 സീറ്റിൽ മത്സരിക്കാം, നിങ്ങൾ 20 സീറ്റിൽ അങ്ങനെ ഒരു വാദഗതി പോലും അവർ പറയുന്നില്ലോ. ഞങ്ങൾ ഹരിയാനയിൽ ഇവർക്ക് 6 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് ചിലപ്പോൾ 8 or 10 വരെ കൊടുക്കാമായിരുന്നു. പക്ഷെ അവർ ഹരിയാനയിൽ 30 സീറ്റ് ചോദിച്ചു. അതാണ് ഹരിയാനയിൽ ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി. അപ്പോ ഈ കക്ഷികളുടെ ഒക്കെ മനസ്സിലെ ആഗ്രഹം, എന്നാ കോൺഗ്രസ് ഒന്ന് തീർന്നോട്ടെ, ഞങ്ങൾക്ക് കോൺഗ്രസിലെ സ്പേസിലേക്ക് കടന്നു വരാം. പക്ഷെ ഞാൻ ഒരു കാര്യം കൃഷ്ണരാജിനെ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 4%, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 4%, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 8%, ശതമാനത്തിൽ അത് കുറവാണ്. അത് ഞങ്ങളുടെ കേഡർ വോട്ടർമാരാണ്, ഞങ്ങളുടെ അനുഭാവികളുടെ വോട്ടർമാരാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അതായത് ഞങ്ങളുടെ കേഡറും അനുഭാവിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വോട്ട് നൽകുന്ന ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിന്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല.